ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മളോട് മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി, പറഞ്ഞാൽ മതി, ഷെയർ ചെയ്താൽ മതി. കൊടുക്കണ സെയില് ഒന്നും പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്യാം. എന്താണ്, നമ്മൾ കല്യാണിന്ന് ഒരു സാരി വാങ്ങിയാലും പറയും അവിടെ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല സെലക്ഷൻ ഉണ്ട്, വേഗം നീ പൊക്കോ വാങ്ങിച്ചോ സെലക്ഷൻ കഴിയുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അയ്യോ ഇത് നല്ലതാണ്, അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കും നമ്മളെ ഫ്രണ്ടിനോട് പറയണം, അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തക്കാരോട് പറയണം, അയ്യോ ഇത്ര നല്ല പ്രൊഡക്റ്റ് ആണ്, അവരൊന്നും അറിയാതെ മോശം പ്രൊഡക്റ്റുകൾ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, 100% പ്രോഡക്റ്റ് യൂസ്, എന്നിട്ട് എന്താ ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പ്രോഡക്റ്റ് നമ്മൾക്ക് മാക്സിമം വാങ്ങാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 5000 PVക്കെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയാലാണ് ശരിയായിട്ട് അവര് RCMന്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് നമ്മളെ ലീഡേഴ്സും എപ്പോഴും പറയാം. അപ്പൊ 5000 PV ചെയ്താൽ എന്താണ്, അതൊരു ഡയമണ്ട് ക്ലബാണ്. ഇതൊക്കെ ആദ്യം സുധീർ സാറ് പറയുമ്പോൾ ഞാൻ അന്ന് 5000 PV ഒക്കെ ചെയ്തിരുന്നു. അതെന്താ വെച്ചാൽ രാജൻ സാറിനെ പോയി കണ്ടപ്പോ എന്തായാലും കുറച്ച് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മേടിക്കുമ്പോ ഏതാണ്ട് അത്രയ്ക്കാവും. അല്ലാണ്ട് ഇതിന്റെ മഹത്വം ഒന്നും മനസ്സിലാക്കിയിട്ടല്ല അന്ന് 5000 PV ചെയ്തിരുന്നു. അപ്പൊ ലാസ്റ്റ് ആകുമ്പോ ചിലപ്പോ 5000 10ാം തീയതി ആകുമ്പോ ആയില്ലെങ്കിൽ സാറ് വിളിക്കും. അപ്പൊ എന്തിനാണ് ഇത്, ഞാനിപ്പോ ഇത് 5000 കിട്ടുന്നതിന് അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് മനസ്സിലാവാതിരുന്നത്. അപ്പൊ 5000 PV ചെയ്യണം. ഡയമണ്ട് ക്ലബ് എന്ന് പറഞ്ഞാല് 1ാം തീയതിക്കും 10ാം തീയതിക്കും ഉള്ളിൽ നമ്മൾ 5000 PVക്കുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ മാസം ചേരുന്നവരാണെങ്കിൽ അവർക്ക് 31ാം തീയതിക്കുള്ളിലായാലും വാങ്ങിച്ചാൽ മതി. കാരണം അവർക്ക് ഇത് ഉപയോഗിച്ച് മനസ്സിലായിട്ട് വേണമല്ലോ മറ്റുള്ളവരോട് പരിചയപ്പെടുത്താൻ. അല്ലാത്തവരൊക്കെ നമ്മൾ 1ാം തീയതിക്കും 10ാം തീയതിക്കുള്ളിൽ വാങ്ങിയാൽ എന്താണ്, നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങണു, ആട്ട ഉപയോഗിക്കണു, ആട്ട നല്ലതാണെന്ന് പറയണു. അപ്പൊ അത് മറ്റൊരാളോട് പറയണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ആട്ട വേണം, എന്നാലാണ്. അല്ലാതെ നമ്മൾ ഉപയോഗിച്ചതിന് കുറച്ച് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് അതിനുള്ള കുറച്ചും കൂടെ പ്രോഡക്ട്സ്, നമ്മൾ ഒരു 2 മാസത്തേക്കുള്ള പ്രോഡക്ട്സ് എടുത്തു വെച്ചാലും അപ്പൊ നമ്മൾക്ക് അത് അവരെ പരിചയപ്പെടുത്താം. ഇനി അഥവാ ആരും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം. ഇത് നല്ല സമാധാനത്തോടു കൂടി നമുക്ക് ആ പ്രോഡക്റ്റ് അപ്പൊ വാങ്ങി വെക്കാൻ പറ്റും. അങ്ങനെ നമ്മളത് വാങ്ങുന്നു. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, കട്ടിലിന്റെ ചോട്ടിൽ വെക്കാൻ പാടില്ല. എന്താ വെച്ചാൽ കട്ടിലിന്റെ ചോട്ടിൽ നമ്മൾ എപ്പോഴും എന്താണ്, വല്ല വിരുന്നുകാർ വരുമ്പോ കാണാണ്ടിരിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് തള്ളി അങ്ങോട്ട് വെക്കും. അപ്പൊ അത് നമ്മൾ കട്ടിലിന്റെ ചോട്ടിൽ വെച്ചാൽ ആരും കാണാൻ പോണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ ഹോം ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോഴോ നമ്മുടെ ലീഡേഴ്സിനെ വിളിക്കുക. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സജീവ് കുമാർ സാറിനും ബിജു സാറിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ നേരെ മുന്നിലുള്ള ഒരു അപ്ലൈൻ ലീഡറെ വിളിച്ചിട്ട്, കാരണം എന്താണ് അവരെ വിളിക്കുന്നത്, നമ്മളന്നൊന്നും പറയാനായിട്ട് അറിയുന്നവരായിരിക്കില്ല. RCM എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. RCMൽ എങ്ങനെ പ്രൊഡക്റ്റ് നല്ലത്, എങ്ങനെയാണ് നിങ്ങൾക്ക് കാശ് കിട്ടണമെന്ന് ചോദിച്ചാലും തന്നെ വിക്കി പറയാനായിട്ട് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾക്ക് ലോകോത്തര ഗുണനിലവാരമുള്ള പ്രോഡക്ട്സ് ആണ്. ഇത് പരസ്യക്കാരെയും ഇടനിലക്കാരെയും പൂർണ്ണമായി ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഈ പൈസ നമ്മൾക്ക് കിട്ടുന്നത്. ഇത്ര കുറഞ്ഞ വിലക്ക് നമുക്ക് തരാൻ പറ്റണത് ഇത്ര നല്ല പ്രോഡക്ട്സ്. അല്ലെങ്കിൽ അവര് പറയാ എന്താണ്, എന്തിങ്ങനെ വില കുറച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്ത്. പക്ഷെ നമ്മൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് നെഞ്ചത്ത് കൈ വെച്ചിട്ടൊന്നും നമുക്ക് അപ്പൊ പറയാൻ പറ്റില്ല. ആ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നാൽ മാത്രമാണ് നമ്മൾക്കിത് മറ്റുള്ളവര് നമ്മൾ പറയണത് വിശ്വസിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെയും മുന്നോട്ട് പോകും തോറുമാണ് നമ്മളത് നെഞ്ചിലേക്ക് ഏറ്റെടുത്തു. നമ്മൾക്ക് അത്ര കോൺഫിഡൻസോട് കൂടി അത് പറയാൻ പറ്റുമ്പോ, ഒരു കാര്യം പറയുമ്പോ അത് ആൾക്കാർ വാങ്ങാതെ നമ്മൾ പോലും അത്ഭുതപ്പെടും, ഇവരിത് വാങ്ങിയ, ഇത്രയും കാര്യങ്ങൾ ഇവര് വാങ്ങാൻ തയ്യാറായോ, അങ്ങനെയൊക്കെ നമ്മൾക്ക് തോന്നും. അത് കാരണം ലീഡേഴ്സ് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് അതിന്റെ കോൺഫിഡൻസ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾക്കത് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മളപ്പോ ഒരു അപ്ലൈൻ ലീഡറെ വിളിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം ആൾക്കാരെ നമ്മൾ വിളിക്കുക. വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞവരെ നമ്മൾ വിളിക്കുക. കാരണം എന്തിനാണ്, നമ്മളിത് ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അകലെയുള്ളവരെയും പത്തനംതിട്ട ഉള്ളവരും തിരുവനന്തപുരത്താണ് നമ്മളെ ബന്ധുക്കളെങ്കിലും നമ്മൾ വിളിക്കണം. അപ്പൊ എന്നിട്ട് എന്താണ്, അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് അവരൊന്ന് അറിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് അപ്പൊ കുറച്ച് പേര് വരും, നമുക്കറിയാം അവര് 100 കാരണങ്ങൾ പറയും. അയ്യോ രാജൻ സാറ് പറയണൊക്കെ പോലെ മറ്റേ അയലൊക്കത്തെ വീട്ടിലെ പശു പ്രസവിക്കാൻ നിൽക്കുന്നുണ്ടെന്നൊക്കെ വരെ അവര് പറയും. അപ്പൊ നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഒരു വിഷമവും വിചാരിക്കേണ്ട, നമ്മളും അങ്ങനെയായിരുന്നല്ലോ ആദ്യം എന്നുള്ളത് വിചാരിക്കുക.
അപ്പോൾ അവര് വരും, കുറച്ച് പേര് വരും. അവര് വന്ന് അവരുടെ ക്ലാസ് കേൾക്കുമ്പോൾ RCM എന്താണ്, RCM എന്തിനാണ് ചെയ്യണത്, അതിന്റെ പ്രൊഡക്ട്സിന്റെ ഗുണമൊക്കെ സാറന്മാർ പറഞ്ഞു തരുമ്പോൾ അവരത് കേട്ടിട്ട് കുറച്ച് പേരെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങും, അവർ വീട്ടിൽ കൊണ്ടുപോകും, ഉപയോഗിക്കും. പിന്നെ വരാത്തവരെ നമ്മൾ വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരെ വീട്ടിലേക്ക് കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് പറയാ, ഇതേ നിങ്ങൾക്ക് അന്ന് വരാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഈ പ്രൊഡക്ട്സ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്, അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവരെ വീട്ടിൽ പോയിട്ട് ഇത് കാണിക്കാനും നമുക്കൊരു അവസരമാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോണ വഴിയിലുണ്ടെങ്കിലും നമുക്കത് പറയാം ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ. അപ്പൊ നമുക്ക് കൂടുതൽ അവസരമാണ് അവർ വരാത്തത് കൊണ്ട് കിട്ടുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ ഗോപകുമാർ സാർ പറഞ്ഞത് എന്താണ്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ചെന്ന് പറയുമ്പോൾ അവര് വാങ്ങിക്കില്ല. അപ്പൊ അവരോട് പറയേണ്ടതാണ്, നല്ല പ്രോഡക്ട്സ് വാങ്ങാൻ ഇഷ്ടമുള്ള ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞതായോ, അവർക്ക് ഇത് കൊടുക്കാനാണ് എന്ന് പറയാം നമുക്ക്. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾക്ക് എത്ര കാര്യങ്ങളാണ് അല്ലെ ലീഡേഴ്സിന്റെ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ആ വിഷമവും അങ്ങനെ തീരും അവിടെ. പിന്നെ നമ്മൾ പോയിട്ട് അവിടെ മേടിക്കാണ്ടാവുമ്പോ എന്താ ചെയ്യേണ്ടത്, അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് നമ്മൾ ചെരുപ്പിടുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥനയും കൂടി നടത്തുക. ഇവർക്ക് ദൈവമേ ഇത് അനുഭവിക്കാൻ, ഇത് ഉപയോഗിക്കാനുള്ള യോഗം ഇവർക്ക് കൊടുക്കണേ, ഇപ്പൊ അവർക്ക് അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവരെ ഗേറ്റ് കഴിയുമ്പോ കടക്കുമ്പോ തന്നെ ആ നെഗറ്റീവ് അവിടെ പൊക്കോളൂ. ആ പ്രാർത്ഥനയിൽ നമ്മൾക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റും. പിന്നെ നമ്മൾക്ക് പുതിയ ആൾക്കാരെ അടുത്തേക്ക് എത്താനായിട്ട് അതുകൊണ്ട് പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പൊ 100% പ്രോഡക്റ്റ് യൂസ് നമ്മൾ ഹോം ഷോപ്പ് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ നിന്ന് മേടിച്ചവര് ഐഡിയ എടുത്താലും എടുത്തില്ലെങ്കിൽ അവരോട് പറയാ, നിങ്ങൾ ഉപയോഗിച്ചില്ലേ, ഇനിയിപ്പോ അവിടെ നമ്മൾക്കൊരു ലീഡർ വന്നിട്ട് ഒരു ക്ലാസ് വെക്കാം. അപ്പൊ അവര് പറയാം, അയ്യോ ഇത് ഞങ്ങൾക്കിപ്പോ അപ്പുറത്തെ ആൾക്കാരൊന്നും വിളിച്ചാലൊന്നും വരില്ല, അവരൊക്കെ ജോലിക്ക് പോണവരനെ. അങ്ങനെ വേണ്ട, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഭാര്യയാണ് വന്നിരിക്കണെങ്കിൽ ഭർത്താവ് ഇത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ മക്കളുണ്ടാവും, അവരുള്ള ദിവസം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ലീഡറിനെയും കൂട്ടി വരാം. ലീഡറിനെ കൂട്ടണ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ലീഡർ പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ലീഡറെയും കൂട്ടി ചെന്നിട്ട് അവിടെ ക്ലാസ് വെക്കുക. അതിനെയാണ് ഹോം മീറ്റിംഗ്. അപ്പൊ നമ്മളെ ലീഡേഴ്സ് എപ്പോഴും പറയാറുണ്ട് ഹോം മീറ്റിംഗ്. അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയവരുടെ ഒക്കെ വീട്ടിൽ ഹോം മീറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. അപ്പൊ നമ്മൾക്ക് അവിടെ നിന്നാണ് നമ്മൾക്ക് ID കിട്ടാനും നമ്മൾക്ക് പിന്നെ ടീം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിസ്പ്ലേ വാള് തുടങ്ങണം. അപ്പൊ ഡിസ്പ്ലേ വാള് തുടങ്ങുമ്പോൾ നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്ക് ബില്ലടിച്ചു കൊടുക്കാൻ, അതൊക്കെ നമ്മൾ ലീഡേഴ്സിനോട്, ഇനിയിപ്പോ ഇതിൽ അറിയാത്തവരുണ്ടെങ്കിൽ ലീഡേഴ്സിനോട് അപ്ലൈനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അതെപ്പോഴാണ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെയും തുടങ്ങും. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ആദ്യം തന്നെ ID എടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയും 6 ബേസിക്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്സ്. അപ്പൊ അവരെ കൊണ്ട് ഈ ഹോം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ID എടുക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അവരോട് പറയാ, ഒരു 100 പേരെങ്കിലും ലിസ്റ്റ്, 100 പേരെയൊന്നും ആവില്ല അവർക്ക് കോണ്ടാക്റ്റിൽ ഉണ്ടാവുക, പക്ഷെ 100 പേരെങ്കിലും ഒരു ലിസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ്, അതുണ്ടാക്കാനായിട്ടുള്ള ഒരു ഫോർമുല നമുക്ക് ലീഡേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫോർമുല. അത് ഉപയോഗിച്ച് നമ്മൾ, അതായത് ഫാമിലി ഉള്ളവര്, റിലേറ്റീവ്സ്, ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ്, എംപ്ലോയീസ്, നൈബേഴ്സ്, ഡിയറസ്റ്റ് പേഴ്സൺസ്, അതുപോലെ സ്ട്രേഞ്ചേഴ്സ്, ഇങ്ങനെ കുറെ വെച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലും നമ്മൾ ആരാണ് അത്യാവശ്യക്കാരെന്നുള്ളവരെ ടിക്ക് ഇട്ടിട്ട് അവരുടെ അടുത്തേക്ക് ആദ്യം പറയാൻ പോവുക. അങ്ങനെ ഉള്ള അതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്. ഇതൊക്കെ 6 ബേസിക്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയാ, സ്വപ്നങ്ങളുടെ രാജകുമാരനായിട്ടുള്ള ഗിരീഷ് സാർ എപ്പോഴും പറയും, ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് സാറിന്റെ ഡ്രീംസ് എഴുതിയ ബുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഓരോ ഡേറ്റും ഓരോ വർഷവും എഴുതിയിട്ട് ഓരോ ഡ്രീംസ് എഴുതി വെച്ചിരിക്കുന്നത്. ഭയങ്കര അത്ഭുതം തോന്നി. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്വപ്നം ഇല്ലാത്തവർക്കൊന്നും അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനൊക്കെ സ്വപ്നം എല്ലാം പോയി കഴിഞ്ഞിരുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ ജീവിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും ജോലിക്ക് പോകുമ്പോൾ. ഈ 10-21 വർഷം ജോലിക്ക് പോയതെന്നാണ് ജീവിച്ചു പോകാൻ. അത്യാവശ്യക്കാരി ആയതുകൊണ്ട് തന്നെ ജോലിക്ക് ഓടിപ്പോയി. അന്ന് സ്വപ്നം ഒന്നുമില്ല. നമ്മൾക്ക് എന്താണ്, ജീവിച്ചു പോകണം, നമ്മുടെ മക്കളെ വളർത്തണം, അവരുടെ നിലയിൽ ഇത് മാത്രം ഒരു ലക്ഷ്യം, അതൊരു സ്വപ്നം ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നേടാൻ പറ്റി. അപ്പോ അന്നില്ലാത്ത
ഒരു സ്വപ്നം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായത്. ചിലപ്പോ അത് സാർമാര് പറയാതെ ആഗ്രഹമായിരുന്നു എന്ന്, ശരിയായിരിക്കാം. താജ്മഹൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അതെന്റെ ചെറിയച്ഛനൊക്കെ ആർമിയിലായ കാരണം കൊണ്ട് അവര് താജ്മഹലിന്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ, ആ കുട്ടികൾ, അപ്പൊ എന്റെ അനിയത്തികളാണല്ലോ, അവര് ചെറുത് ഏകദേശം എന്റെയൊക്കെ പ്രായം തന്നെയല്ല, അവരൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്റെ ജീവിത പ്രയാണത്തിന്റെ ഇടയിൽ താജ്മഹൽ എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിന് അവസരം കിട്ടിയത് RCMൽ വന്നതിന് ശേഷമാണ്. സത്യം, ഞാൻ അവിടെ അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ അവര് എടുത്ത പോലെ തന്നെ ആ സ്ഥലത്ത് നിന്നിട്ടാണ് മിക്കവരും ഫോട്ടോ എടുക്കുക. അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കൈമൊന്ന് ഉള്ളി നോക്കി, സത്യം തന്നെയാണോ ഞാൻ ഇവിടെ എത്തിയ? ഈ പ്രായത്തിലൊക്കെ നമ്മൾ ആ പ്രായത്തിലൊന്നും എത്തുമെന്ന് തീരെ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഇവിടെ എത്തിയ, എന്നിട്ട് ആ ഫോട്ടോ ഞാൻ എന്റെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോഴേ, അതൊക്കെ നമ്മൾ ഒരു ചെറിയ സ്വപ്നം പോലും നമുക്ക് ആദ്യം തന്നെ സാധിച്ചു. അതുപോലെ ഓരോ സ്വപ്നങ്ങളും നമ്മൾ കാണണം. അത് ആ ലക്ഷ്യം മുന്നിൽ, അപ്പോഴാണ് നമുക്കത് ലക്ഷ്യമായിട്ട് മാറുള്ളൂ. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള ഉയർച്ച ഉണ്ടാവുള്ളൂ, അല്ലെ? നമ്മൾ പ്രവർത്തിക്കണം. ഗോപകുമാർ സാർ പറഞ്ഞ 10 മണിക്കൂറെങ്കിലും നമ്മൾ RCMന് വേണ്ടി ഫുൾ ടൈമർ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചു കേട്ടോ, സത്യം പറഞ്ഞാൽ എന്താണ് ഞാനൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനുള്ള മെച്യൂരിറ്റി എത്തിയിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ പ്രയത്നിക്കും തോറും നമ്മള് മുന്നിലേക്ക് പോകും. അപ്പോ അതിനുള്ള ഉദാഹരണം ഇപ്പൊ ഞങ്ങളുടെ ടീമിൽ തന്നെ രതീഷ് സാർ ഉണ്ട്. രതീഷ് സാറ് കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. സാറ് ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞു തന്നു. എങ്ങനെയായിരിക്കണം ഒരു ലീഡർ, അതൊക്കെ പാലിച്ചുകൊണ്ട് സാർ മുന്നോട്ട് പോകണ കാരണം സാറിന് പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളുടെ മുന്നിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ളതും നമ്മളുടെ 6x6 പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അവരെ പോയി കാണാം. അത് കഴിഞ്ഞാല് അപ്പൊ ഓരോരുത്തരെ കാണുമ്പോഴും റിജക്ഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിനുള്ള പ്രതിവിധിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നമ്മളുടെ ടീം വലുതാക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആളുകൾ നമ്മളെ കൂടെ ചേരുന്നത് സിസ്റ്റർ അറിഞ്ഞിട്ടോ, നമ്മൾ ആദ്യം പറയുമ്പോൾ സിസ്റ്റർ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. ആ ആള് പറയുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളുടെ കൂടെ ചേരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റം വരുത്തണം. ഇല്ലാതെ നമ്മൾക്ക് രക്ഷയില്ല. കാരണം സിസ്റ്റത്തിനെ അല്ല, നമ്മളെ ലീഡേഴ്സ് പറയും, സിസ്റ്റത്തിനെ അല്ല ഒരിക്കലും ആളുകൾ വിട്ടുപോകണം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ വിട്ടുപോകാൻ ആർക്കും പറ്റില്ല. അതിനെ അറിഞ്ഞവർക്ക് അതിനെ വിട്ടുപോകാൻ പറ്റില്ല. പക്ഷെ വിട്ടുപോണത് എങ്ങനെയാ? ആൾക്കാരെയാണ്. അപ്പൊ നമ്മൾ ഇത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞ ചേഞ്ച് അല്ല വേണ്ടത്, ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടത്. നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരും ട്രാൻസ്ഫോർമേഷൻ. അതായത് സ്ഥിരമായിട്ട് നിൽക്കണം. നമ്മൾ കുറച്ചൊന്നും മാറി നമുക്ക് തോന്നും, പക്ഷെ അത് മാറ്റല്ല. സ്ഥിരമായിട്ട് അത് നമ്മൾ അതുപോലെ ആയാലാണ്. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ ഒരു പുഞ്ചിരിയോടെ കൂടി എല്ലാവരെയും സമീപിക്കാനുള്ള നമ്മളെ തയ്യാറെടുപ്പ് വേണം. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടും അങ്ങനെയുള്ള ക്ഷമ വേണം. ക്ഷമ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. നമ്മളുടെ ടീമിലായാലും പല പ്രശ്നങ്ങൾ ഉണ്ടാവും. പല പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ കൂടാതെ പ്രതിസന്ധികൾ ഉണ്ടാവും. അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുക അല്ലാത്ത ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടല്ലോ, ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ. അത് നമ്മൾ അതിനൊക്കെ മറികടന്ന് പോകുന്നുണ്ടാവും. പക്ഷെ RCMൽ വരുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ട്. കുറച്ചും കൂടെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, നമ്മൾ പോകുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യം നമ്മൾ നേടണമെങ്കിൽ നമ്മളെ അതിന് ഗോപകുമാർ സാറ് പറഞ്ഞാൽ അതിന് മെച്യൂരിറ്റി വരുത്തണം. അതിന് നമ്മളെ പ്രാപ്തരാക്കണം. അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ 50 ലക്ഷമൊക്കെ നമ്മളെ കയ്യിലേക്ക് കിട്ടിയാൽ നമ്മൾ എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിന്റെ അഹങ്കാരം അഹംഭാവവും എല്ലാം കൂടിയിട്ട് നമ്മൾ എന്താവും. അപ്പൊ അതിലേക്കുള്ള ഒരു പ്രയാണത്തിന് നമ്മളെ ചെത്തി മിനിക്കാൻ തന്നെയാണ് നമുക്ക് പ്രതിസന്ധികൾ കൂടുതൽ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നാൽ തന്നെ നമ്മൾ അതിനുവേണ്ടി പാകപ്പെടുള്ളൂ. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഗുണപാഠ കഥകളൊക്കെ എനിക്ക് ഓർമ്മ വരും. ഒരു ധനികന് 4 മക്കൾ ഉണ്ടായെങ്കിലും 3 ആളും തെറ്റായ വഴി കൂടെ പോകുമ്പോൾ അവർക്ക് ധനികന്റെ താക്കോൽ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. താഴെയുള്ള ആളായിരിക്കും എപ്പോഴും എടുത്തുകൊണ്ട് വരാം. അതെന്തിനാന്ന് വെച്ചാൽ 3 ആൾ ചെയ്ത തെറ്റ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയ മോൻ പോയി ഈ എല്ലാ പ്രതിസന്ധികളും കടന്ന് അവിടെ എത്തി താക്കോൽ എടുത്തു കൊണ്ടിരുമ്പോ ധനികൻ ആളുടെ അവകാശിയായിട്ട്
ഈ മോനെയാണ് പ്രഖ്യാപിക്കുക. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇതൊക്കെ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിലാണ് ഈ ആളിരിക്കണേ. ആള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പ്രതിസന്ധി വന്നു, ഇനി എനിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള യോഗ്യമില്ല. അത് നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ തന്നെയാണ് നമ്മൾക്ക് ആ ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾക്ക് ആദ്യം ഇതിൽ വരുമ്പോ കിട്ടുന്ന ആരോഗ്യമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് വലിയൊരു ഇത് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണോ, ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്കുള്ള ഒരു അംഗീകാരം. ഇപ്പൊ 21 വർഷം ഞാൻ ഈ ഫാർമ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും എനിക്ക് ഒരു സമ്മാനം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്ന സമയത്ത് എനിക്ക് തന്നു, എല്ലാവരും കൂടി പിരിച്ചിട്ട്. അത് നമ്മൾ വേറെ ആള് പോകുമ്പോഴും പിരിക്കും, അങ്ങനെ കൊടുക്കും. ആ ഒരു സമ്മാനമാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിൽ വന്നതോടുകൂടി, RCMൽ വന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ കൊള്ളയിലും കൂടുതൽ കഴിവുണ്ടെന്നാണ് നമുക്ക് തോന്നുക. കാരണം എന്താ വെച്ചാൽ അത്ര അഭിനന്ദനങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും തെറ്റായാലും ആദ്യം അഭിനന്ദിക്കും, പിന്നീട് വിളിച്ചിട്ടായിരിക്കും നമ്മളെ, ചിലപ്പോൾ വിളിച്ചിട്ട്, ചിലപ്പോൾ അപ്പൊ തന്നെ കിട്ടും, ചിലപ്പോൾ വിളിച്ചിട്ട്. എനിക്ക് പലപ്പോഴും പല കലാമേഡം തന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ക്ലോസ് ചെയ്തത് ശരിയായില്ല, അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ അല്ല ക്ലോസ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവാനും അതേപോലെ തന്നെ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടാനും ഒക്കെ ഉള്ള ഒരു മാർഗമാണ് ഇത്. നമ്മൾ മറ്റുള്ള സമയത്ത് തെറ്റ് ചെയ്താലും ആരും പറഞ്ഞു തരില്ല, അങ്ങനെ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. നമ്മൾ ഈ സിസ്റ്റത്തിൽ കൂടെ പോകണം, നമ്മൾ ശരിയായിട്ട് വരണം എന്നാണ് നമ്മുടെ ലീഡേഴ്സ് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ അഭിനന്ദനം തരും, അതുപോലെ തന്നെ അടിയും തരും. എന്നാൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ, നല്ല രീതിയിൽ പോകുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെ തെറ്റുകളും അവർ തിരുത്തും. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അഭിനന്ദനം, നമ്മൾക്ക് എത്രയോ സ്റ്റേജിൽ നമ്മൾക്ക് ട്രോഫികൾ വാങ്ങാനും, അതുപോലെ ഓരോ ലെവൽ കൂടുമ്പോഴും. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ബിഗിനർ സ്റ്റാർട്ടറിനൊന്നും പോയി വാങ്ങിച്ചിട്ടില്ല ഷീൽഡ് ഒന്നും. പക്ഷെ എനിക്ക് എലൈറ്റ് പിന്നെ അന്ന് ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങിയത്. പക്ഷെ ആ ഒരു മീറ്റിംഗ് എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ. അന്ന് സജീവ് കുമാർ സാറിന്റെ ക്ലാസ് കേട്ടതും അതും ഒക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മുതൽക്കൂട്ടായിരുന്നു. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അന്ന് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഈ നെഞ്ചില് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു വാക്കൊന്നും അതുവരെ ഒന്നും ആരുടെ കയ്യിൽ നിന്നും കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതൊക്കെ കേട്ടപ്പോ അങ്ങനെ തന്നെ ഒരു ലീഡർ ഞാനും ആയി തീരണം. ഞാനും എൻ്റെ കൂടെ വരുന്നവരുടെ കൂടെ അങ്ങനെ നിൽക്കണം. അല്ലാതെ ഞാൻ രണ്ടാളെ ചേർത്തി ഞാൻ എൻ്റെ വഴിക്ക് പോയാലൊന്നും ശരിയാവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മളെ ലീഡേഴ്സിനെ ഫോളോ ചെയ്തിട്ട് പോകണം. ഇന്ന് നമ്മളെ ലീഡേഴ്സ് പറയുന്നത് എന്താണ്, അവര് നല്ല മാർഗം കണ്ടെത്തി കഴിഞ്ഞു, ഇനി അതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് തൃശ്ശൂരായ കാരണം എനിക്കറിയാം അതിലൊരു എളുപ്പവഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേ പോയാൽ ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ വന്നവരെന്താ വിചാരിക്കാം, മറ്റേ ലീഡർ സുധീർ സാർ മറ്റേ നല്ല വഴി കൂടെ പോയിട്ടുണ്ടാവും, അപ്പോ അവര് ആദ്യം എത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്റെ കൂടെ വന്നവർക്ക് മനസ്സിലാവും ഈ ലീഡറെ കൂടെ നിന്നിട്ട് കാര്യമില്ല, ബ്ലോക്കിലും കുഴിയിലും ഒക്കെ വീഴാനുള്ള ആളാണ്, അവരും കൂടി വിഷമിച്ചിട്ട് നമ്മളെ വിട്ടുപോകാൻ വരെ അത് ഇടയാവും. അതുകൊണ്ടാണ് ലീഡേഴ്സ് വെട്ടിയിട്ടുള്ള ആ വഴി കൂടെ നമ്മളോട് പോകാൻ പറയണത്. അവരുടെ കൈ പിടിച്ചു പോയാൽ തന്നെ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആളുകൾ വിട്ടു പോകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആൾക്കാരെയാണ് വിട്ടു പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ അതുപോലെ തന്നെ അവരോട് എപ്പോഴും ചേർന്ന് നിന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പരിഹരിക്കാനല്ല, നമ്മൾക്ക് മുഴുവൻ പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ ലീഡേഴ്സായിട്ടും ചർച്ച ചെയ്തിട്ടും അവർക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് എത്ര ലീഡേഴ്സാണ്. ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതിന്റെ മുകളിലുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഇത്രയും ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഒരു ടീമിലാണ് നമ്മൾ. അപ്പൊ അവരോട് ചോദിച്ച് നമ്മൾക്ക് പരിഹരിച്ചു കൊടുക്കാനായിട്ടും പറ്റും. പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മൾ ടാർഗറ്റുകൾ ഏറ്റെടുക്കണം അല്ലെ. ഇപ്പൊ നമ്മളുടെ മൂർത്തി സാറ് പറയും സംതിങ് എക്സ്ട്രാ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മളിപ്പോ ഞാൻ 5000 ചെയ്യുന്ന ആളാണെങ്കിൽ 10000 ചെയ്യുക, 10000 ചെയ്യണമെങ്കിൽ 25000 സ്റ്റാർ ഡയമണ്ട് ചെയ്യുക. നമുക്കറിയാം അല്ലെ, സജീവ് കുമാർ സാറും ബിജു സാറൊക്കെ എപ്പോഴും പറയും അവര് 25000 ചെയ്ത് വന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് 4 വർഷം കൊണ്ട് എമറാൾഡ് ആവാൻ അവർക്ക് രണ്ടുപേർക്കും സാധിച്ചതും. പിന്നെ സ്റ്റാർ എമറാൾഡായി സജീവ് കുമാർ സാറ്. അതൊക്കെ അവർക്ക് ഈ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് വിജയിക്കാൻ ഉള്ള മാർഗം കിട്ടിയത് അവര് അങ്ങനെ ചെയ്ത് വന്നതുകൊണ്ടാണ്.
അപ്പൊ നമ്മളോടും പറയാറുണ്ട്, നമ്മൾ എത്രയും കൂടുതൽ ഇതിലേക്ക് അർപ്പിക്കണോ അത്രയും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലീഡേഴ്സ് പറയണ ടാർഗറ്റ് ഏറ്റെടുക്കുക. ഈ മാസം നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ജോയിനിങ് 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 അല്ലെ? നമ്മളന്ന് രാജഗിരിയിൽ പോയ ക്ലാസ് കേട്ടോട്ടും ഒക്കെ നമ്മൾക്ക് മനസ്സിലായി, ഓരോ സന്ദർഭങ്ങളും നമ്മൾക്ക് മനസ്സിലായി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ജോയിനിങ് കൂടുതൽ വന്നാൽ തന്നെ നമ്മൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മാസം നമുക്ക് എന്താണ് ഒരു ടാർഗറ്റ് തന്നിരിക്കുന്നത്? 10 ജോയിനിങ് കൊണ്ടുവരിക. ഗിരീഷ് കുമാർ സാറ് നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 10 ജോയിനിങ് കൊണ്ടുവരുന്നവർക്ക് 500 രൂപ, 15 പേർക്ക് 15 കൊണ്ടുവരുന്നവർക്ക് 750, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാറ് ഒരെണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവര് സ്വന്തമായിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള ഓരോ സമ്മാനങ്ങൾ അവര് നമ്മൾക്ക് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അന്തിക്കാട് ടീമിൽ പോലും 10 പേരെ കൊണ്ടുവന്നാൽ 1000 രൂപ തരാം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് ഓണം വരെയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ലീഡേഴ്സ് എന്തിനാണ് തരുന്നത്? അവർക്ക് വിചാരിക്കുക അതിപ്പോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് കിട്ടുന്ന പൈസയാണത്. പക്ഷെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾക്ക് ഒരു പുഷ്, അതായത് നമ്മൾക്കൊരു എന്താ പറയാ, അങ്ങനെ ഒരു ഇത് കൂടെ പറയുമ്പോഴാണ് നമ്മൾക്ക് അതിന് കൂടുതൽ, അയ്യോ എനിക്ക് 10 ആളെ ചേർത്തണം 10 ആളെ ചേർത്തണം. ചിലപ്പോ ആ പൈസയുടെയും കൂടി ആയിരിക്കില്ല, മറ്റുള്ള ഒരു 10 ആളെ ചേർത്തി അപ്പൊ എനിക്കും ആ ഒരു ഇതിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്തയും കൂടി നമുക്ക് വരും. അല്ലെങ്കിൽ ഞാൻ ഒരു മോശക്കാരത്തിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജോയിനിങ് ജോയിനിങ് ജോയിനിങ്. അപ്പോഴാണ് നമ്മളുടെ ടീം നമ്മൾക്ക് പെട്ടെന്ന് വളർത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജോയിനിങ് ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ ലീഡേഴ്സ് നമ്മളോട് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ജോയിനിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇനി വരാൻ പോണത് ഒരു രൂപാന്തരണ യാത്രയാണ് അല്ലെ? ബിൽവാരയെന്ന് രൂപാന്തരണ യാത്ര പുറപ്പെട്ട് ഒരു 100-ലധികം സിറ്റീസിലൂടെ കടന്നു പോയിട്ട് അത് ഗ്രാമങ്ങളിൽ പോലും ഇനി RCM എത്തും അല്ലെ? ആ ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞത് എന്താണ്? രൂപാന്തരണ യാത്രയ്ക്ക് മുമ്പുള്ള RCM, അതിനുശേഷമുള്ള RCM എന്നാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ ഈ ജോയിനിങ്ങിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയപ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വളരെയധികം ആൾക്കാര് ഇത് കേട്ട് തുടങ്ങി. കാരണം നമ്മളുടെ ടീം തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് പറയും, നമ്മള് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി അവരെ ചേർത്തില്ലെങ്കിൽ അത് വേറെ ആൾക്കാർ വന്ന് അവിടെ ചേർത്തിക്കൊണ്ട് പോകും. കാരണം എല്ലാവരും രൂപാന്തരണ യാത്രയ്ക്ക് മുമ്പ് നമ്മളുടെ ടീം വലുതാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ജോയിനിങ് കൊണ്ടുവരണം. എന്നാലാണ് നമ്മൾക്ക് ഈ രൂപാന്തരണ യാത്രയ്ക്ക് ശേഷം ഉള്ള RCMൽ നമ്മൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലർക്കും വിഷമിക്കേണ്ടതായിട്ട് വരും. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കധികം ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ ടീമും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ രൂപാന്തരണ യാത്രയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഇപ്പൊ അതിനുവേണ്ടി നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇപ്പൊ ഒരു ജോയിനിങ് കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമായിട്ട് ദൈവം തന്നെ ഒരു സമയം തന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് കണ്ടമാനം വില കൂടി. അപ്പോ നമ്മൾക്ക് എന്തായി? ഇപ്പൊ എൻ്റെ അടുത്ത് വരെ ചേച്ചി ഒരു തവിടെണ്ണാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. ഈ സാറന്മാര് പറയണ പോലെ ഇത്ര നാളും വെളിച്ചെണ്ണ അല്ല തവിടെണ്ണയ്ക്ക് മണം ചെവ എന്നൊക്കെ പറഞ്ഞിരുന്നവര് ഇപ്പൊ ചെവയില്ല ഒന്നുമില്ലാണ്ട് ഓടി വരികയാണ്. ഇപ്പൊ കൊണ്ടുപോയിട്ട് പറയണത് നല്ലതാണ് ട്ടാ, ഞാൻ വിചാരിച്ച പോലെയല്ല ട്ടാ, അങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ മറ്റേ വെളിച്ചെണ്ണ അത്ര ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത്. അത് നമ്മൾ ചോദിക്കണില്ല, കാരണം അത് ചോദിക്കാൻ പാടില്ല കേട്ടാ. ഞാൻ ഇതല്ലേ നിങ്ങളോട് പറഞ്ഞിരുന്നേന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവരിപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മള് അതിനുള്ളൊരു അവസരം നമുക്ക് ദൈവമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. കൂടാതെ ഒരു ഓണം എന്നുള്ളൊരു സമയവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കിറ്റുകൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അധികം പേരും അത് വാങ്ങിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. കുറച്ച് പേരാണ് അവർക്ക് കിറ്റുണ്ട്, അവർക്ക് കിറ്റ് കുറിയോ മറ്റുണ്ട്, അത് കിറ്റ് ആ കുറി വെക്കുകയാണ്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചിട്ട് ഈ വർഷമാണ് അവർക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാശ് നിങ്ങൾ മുടക്കി തുടങ്ങിയിട്ട് ഒരു കൊല്ലായി, എന്നിട്ടാണ് അവർ ഇത് തരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ മൂല്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർക്ക് എന്നാലും കുഴപ്പമില്ല. ആൾക്കാർക്ക് എനിക്കറിയാം, ഒരു ജോലിക്കാരി ആയിരുന്നപ്പോ ഞാൻ ചെയ്തിരുന്നത് ഇത് തന്നെയാണ്. എവിടെയെങ്കിലും ഫ്രീ മോറൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമ്മുടെ പൊങ്ങുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഉണ്ടാവും. എന്താ ഫ്രീ? പഞ്ചസാരയൊക്കെയാണ്. ഒരെണ്ണം എടുത്താൽ 2 എണ്ണം. അപ്പൊ എന്ത് ചെയ്യും? ഞാനും എൻ്റെ ഒരു കൊളീഗും കൂടി പോകും. അപ്പൊ ഇപ്പൊ ഒരു 100 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 50 രൂപ എടുത്താൽ മതി. രണ്ടാൾക്കും 2 എണ്ണം കിട്ടുമല്ലോ. ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടും. ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത്
നമ്മൾ മേടിക്കുക. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെയാണ് നമ്മളുടെ ഒരു ചിന്ത അല്ലേ. ഇപ്പൊ പഞ്ചസാര എന്ന് പറഞ്ഞ സംഭവം തന്നെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോ തന്നെ പകുതി ആരോഗ്യം നമ്മൾക്ക് നേടാൻ പറ്റി. അത് എനിക്ക് ഇവിടെ ഷോൾഡറിന് പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ സാറ് പറഞ്ഞു പഞ്ചസാര കഴിക്കണം. അപ്പൊ എന്റെ വിചാരം പഞ്ചസാര അങ്ങോട്ട് കഴിക്കാറില്ല ഞാൻ, അതെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടല്ലേ കഴിക്കണുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മധുരപലഹാരമൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ആളാണ്. കാരണം ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ എന്നും ചെലവാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെലവ് ഉണ്ടാക്കിക്കും ആരൊക്കെ ഉണ്ടെങ്കിലും, അങ്ങനെ ചെലവ് ചെയ്യും. അപ്പൊ ലീവ് ഉള്ളവരുടെയും കൂടി എടുത്ത് കഴിക്കും. ജിലേബി പെൺകുട്ടിയാണെങ്കിൽ ജിലേബി, ആൺകുട്ടിയാണെങ്കിൽ ലഡു, ഇങ്ങനെയാണ്. അപ്പോ അങ്ങനെയൊക്കെ അറിഞ്ഞത് ഞാൻ ഓഫീസിൽ പോയി പിന്നീട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് ജിലേബിയൊക്കെ കൊണ്ടുവയ്ക്കും, എടുത്ത് കഴിക്കുക തന്നെ. ഇതൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയത്. ബേക്കറി പലഹാരങ്ങൾ ഒക്കെ കഴിച്ചു. അവിടെ പഴംപൊരി, വട ഇതൊക്കെ ഉണ്ടാവും. ചായക്ക് ഫ്രീ ആണ്. പോരെ, മലയാളികൾക്ക് ഫ്രീ ഉണ്ടെങ്കിൽ എന്താ, ഓസിന് കിട്ടിയ ഓയിൻമെന്റും കഴിക്കുന്ന പറയാം. അപ്പോ ആ ഓസിന് കിട്ടണ സാധനല്ലേ, അവിടെ ഒരെണ്ണം എക്സ്ട്രാ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും എടുത്ത് കഴിക്കും. അപ്പൊ എന്തുണ്ടായി, ഇത്ര കൊല്ലം കൊണ്ട് 21 കൊല്ലം കൊണ്ട് ഒരു ആരോഗ്യം എനിക്ക് നല്ല ഒരു അനാരോഗ്യത്തിന്റെ സ്ഥിതിയിലെത്തി. അതൊരു പക്ഷെ നല്ലതിനായിരുന്നിരിക്കാം. കാരണം ഞാൻ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം നമ്മൾക്ക് അതാണല്ലോ. എല്ലാവരും ആരോഗ്യമാണ് ആദ്യം എല്ലാവരും വീണ്ടെടുക്കുക. അതിലൂടെ നമ്മൾക്ക് സന്തോഷം കിട്ടും. ആരോഗ്യം നന്നാവുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. സന്തോഷം, അതുകൂടാതെ നമുക്കൊരു വരുമാനത്തിനുള്ള മാർഗം ഉണ്ടെന്ന് അറിയുമ്പോഴോ നമ്മൾക്ക് ഡബിൾ ധമാക്ക എന്നൊക്കെ പറയണ മാതിരി ഇത് ട്രിപ്പിൾ ധമാക്ക കണ്ടെന്ന് തോന്നുന്നു. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം ഇതെല്ലാം കിട്ടാനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മളുടെ RCM. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണമെങ്കിൽ കുറച്ച് വൈകിയെന്ന് പറയാം. പക്ഷെ ഞാൻ അത് വൈകിയെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ അപ്പോഴാണ് അതിന് പ്രാപ്തയായിട്ടുള്ളൂ. എൻ്റെ തലയിൽ ഇതൊക്കെ കയറണമെങ്കിൽ ഇത്ര സമയം എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി. അത് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോ അത് നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ആള് നമ്മളെ പ്രാപ്തയാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾക്ക് ഇത് മനസ്സിലാക്കി തരുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഇറങ്ങുക. പറ്റാവുന്ന സമയം, ഇനി ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് 1 മണിക്കൂർ കിട്ടിയുള്ളെങ്കിൽ ആ മണിക്കൂറെങ്കിലും ഞാനത് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തോട് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോണത്. അപ്പോൾ എനിക്ക് ഇത്രയാണ് നമ്മളുടെ ഇതിൽ വിജയിക്കാനായിട്ട്. നമ്മൾ ഇപ്പൊ ഇത്ര സ്റ്റാർ എന്ന ലെവലിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ലീഡേഴ്സിൻ്റെ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനി അത് വരുമ്പോഴാണ് ഞാൻ അടുത്ത പൊസിഷനിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ ഞാൻ ധന്യയായി എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും പൊൻപുരരിയിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അവർ വിജയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ലീഡേഴ്സ് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് എനിക്ക് ഈ ഒരു അവസരം തന്ന ലിനി മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ജയ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു സീന മാഡം, അടിപൊളി. ഇത്രയും